ഐസക്കിനെ പോലെയുള്ളവർ ഭയപ്പെടുന്നത് ഇന്ത്യ ഈ പ്രതിസന്ധി മറികടക്കുമെന്നാണ്. 2008 ആഗോള മാന്ദ്യത്തിലും ആധുനിക കാലത്തും ലോകം മുഴുവൻ തകർന്നപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നു. ഇത്തവണയും അത് സംഭവിക്കും. ഐസക്ക് പറയുന്നത് പോലെ സമ്പദ് വ്യവസ്ഥ കാറ്റുപോയ ബലൂണല്ല, മറിച്ച് ഏത് കാറ്റിലും ഉറച്ചു നിൽക്കുന്ന ഒരു ഹിമാലയമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. ഒരു കാര്യം ഓർക്കുക, സാമ്പത്തിക ശാസ്ത്രം എന്നത് വെറും പുസ്തകത്തിലെ സിദ്ധാന്തങ്ങളല്ല, അത് പ്രായോഗികമായ ഭരണതന്ത്രമാണ്. കേരളത്തെ ഐസക്ക് ഭരിച്ച രീതിയും ഭാരതത്തെ മോദി ഭരിക്കുന്ന രീതിയും ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. താരതമ്യം ചെയ്യാനുള്ള യോഗ്യത പോലുമില്ല. അപ്പോൾ ഒരു വശത്ത് കടക്കെണിയും നിക്ഷേപമില്ലായ്മയും പണപ്പെരുപ്പവും, മറുവശത്ത് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന, ലോകരാജ്യങ്ങൾ ആദരവോടെ നോക്കുന്ന ഒരു ഇന്ത്യ. അപ്പം നിങ്ങൾ ആരെ വിശ്വസിക്കണം? ഐസക്കിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെയാണോ, അതോ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുൻകൂട്ടി കരുതലുകൾ എടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണോ? ഇന്ത്യ എന്ത് തന്നെ ആയാലും സുരക്ഷിതമാണ്, അത് നിങ്ങൾക്കും അറിയാം. ഐസക്കിനെ പോലെയുള്ളവർ രാഷ്ട്രീയമായി നിലനിൽക്കാൻ ഇത്തരം നുണകളൊക്കെ പ്രചരിപ്പിച്ചേ മതിയാകൂ. വസ്തുതകൾ തിരിച്ചറിയുന്ന ഒരുപാട് പേർ ഈ ഭാരതത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും കാണാം. നന്ദി.